സാർ. ഇതെന്താ സദ്യയായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ? എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഹരിയേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഇതില് വേഷമൊന്നും ചേർത്തിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ അതും കഴിച്ചു കാണിക്കാം. ഒരുപാട് പൊരുതിയിട്ട് തോൽക്കുന്നതിലും നല്ലത് ആദ്യമേ തോൽവി അംഗീകരിക്കുന്നതല്ലേ. ഞാനങ്ങനെ കരുതി. എല്ലാം നന്നായി നടക്കട്ടെ. ഒരു സദ്യയും കഴിച്ച് നന്നായിട്ട് പിരിയാം നമുക്ക്. ആഹാ, കല്യാണി ഇരിക്കും. അമ്മയെ വിളിച്ചിട്ടോ ചെല്ലേ. അച്ഛൻ ഇരിക്കേ. ഹരിയേട്ടൻ ഇരിക്കേ. ശരവണ്ണ ഒന്ന് നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാം. ശരിയമ്മ. കഴിക്കേ. ഞാനും അങ്ങനെ തന്നെയാ ചിന്തിച്ചത്. ആകപ്പാടെ കയ്യിലുള്ളത് ചെറിയൊരു ജീവിതമല്ലേ, അതെന്തിനാ തമ്മിത്തല്ലി ഇല്ലാതാക്കുന്നത്? എന്നാ പിന്നെ കഴിക്കാം. അമ്മ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ആ, എന്നാ പിന്നെ കഴിക്കാം. അയ്യോ, ഒരു മിനിറ്റ്. വേറൊന്നും തോന്നരുത്. ഞാൻ ഈ സദ്യ ഓർഡർ ചെയ്തതിന്റെ പുറകില് ഒരു കാര്യമുണ്ട്. ചില ചിത്രങ്ങള് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വേറെ രീതിയിലൊന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ. നിത്യയുടെയും ഹരിയുടെയും ജീവിതം എന്റെ മനസ്സിൽ എന്നും പതിഞ്ഞു കിടക്കണം. അതിനുവേണ്ടി രണ്ടുപേരും പരസ്പരം ഓരോ ഉരുളകൾ അങ്ങോട്ട് വാരിക്കൊടുക്കണം. താങ്ക് യു വീണ. അതൊരു ചിത്രമായിട്ട് എൻ്റെ മനസ്സിലും കിടക്കും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനും ബുദ്ധിമുട്ടിക്കാതിരിക്കാനും ഒക്കെ അതെന്നെ സഹായിക്കും. നിത്യ ഒരു ഉരുളയെടുത്ത് ഹരിയേട്ട് കൊടുക്ക്. കൊടുക്ക നിത്യ. ഹൈ സാറേ, വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായെന്നല്ലേ പറഞ്ഞു? നിങ്ങൾക്കിടയിൽ ഇനി ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെന്താ ഹരിസാറിന് ചോറ് വാരി തന്നപ്പോൾ നിത്യ എങ്ങനെ? 2-3 ദിവസമായിട്ട് വ്രതത്തിലാ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. വ്രതമാണോ കാരണം? അതോ ജീവനെ കണ്ടതിന്റെ ഷോക്കോ? അത്
അത് ഒരടഞ്ഞ അധ്യായല്ലേ. പിന്നെന്തിനാ ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുന്ന? ഹരിയെ നിത്യ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്റെ ജീവിതത്തില് ഞാൻ ആകെ സ്നേഹിച്ചൊരു പെണ്ണ് അത് നിത്യ മാത്രമാ. സാറും നിത്യം തമ്മിലുള്ള ജീവിതം സന്തോഷമാണോ? ഞങ്ങൾ നല്ല സന്തോഷത്തിലാ. അതറിഞ്ഞാ മതി. ഒരുപക്ഷെ ഇന്ന് വരെ ഒരു ഭർത്താവും ചെയ്യാത്ത കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഇന്ന് ഈ ആനിവേഴ്സറി ദിവസം, ഞാനെല്ലാം തിരിച്ചറിഞ്ഞ ദിവസം, നിങ്ങളുടെ മുറി ഞാൻ അലങ്കരിക്കും. വേണം. നിങ്ങളുടെ മുറി അലങ്കരിച്ച് നിങ്ങൾ ആ മുറിയിൽ ഒരുമിച്ച് കയറുമ്പോ എനിക്കും ജീവൻ ഇവിടുന്ന് യാത്രയാവണം. പഴയ ബന്ധങ്ങളൊക്കെ അറുത്ത് മുറിച്ചെറിയണം. ഞാൻ മുറി അലങ്കരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഹരിസർ ഒന്ന് അസ്വസ്ഥനായോ? ഇല്ല. ഇല്ല. താങ്ക് യു. താങ്ക് യു നിത്യ. ഇനിയിപ്പോ നിത്യ കൂടുതലൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട.